യിരെമ്യാവ് അധ്യായം 44. മിസ്രയീം ദേശത്ത് മിഗ്ദോലിലും തഹ്പനേസിലും നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദന്മാരെയും കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ യെരൂശലേമിന്മേലും സകല യഹൂദ പട്ടണങ്ങളിന്മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അവയിൽ വസിക്കുന്നതുമില്ല. അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തമത്രേ. ഞാൻ ഇടവിടാതെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാരെ ഒക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഞാൻ വെറുക്കുന്ന ഈ മ്ലേച്ഛ കാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു. എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടാതെ വണ്ണം തങ്ങളുടെ ദോഷം വിട്ടുതിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി ചായിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് എൻ്റെ ക്രോധവും കോപവും ചൊരിഞ്ഞ് യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ജ്വലിച്ചു. അവ ഇന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു. ആകയാൽ ഇസ്രയേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾക്ക് ശേഷിപ്പായി ആരും ഇല്ലാതാകും വണ്ണം യഹൂദയുടെ മധ്യേ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുലകുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ചു കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിസ്രയീം ദേശത്ത് വെച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ചു കളഞ്ഞിട്ട് സകല ഭൂജാതികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയും ആയിത്തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത്? യഹൂദ ദേശത്തും യെരൂശലേമിൻ്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദ രാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ? അവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വെച്ച ന്യായപ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദയെ മുഴുവനും ഛേദിച്ച് കളവാനായിട്ട് തന്നെ എൻ്റെ മുഖം നിങ്ങൾക്ക് എതിരായി വയ്ക്കുന്നു. മിസ്രയീം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദ ശിഷ്ടത്തെ ഞാൻ പിടിക്കും. അവരെല്ലാവരും ഒടിഞ്ഞു പോകും. മിസ്രയീം ദേശത്ത് അവർ വീഴും. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞു പോകും. അവർ ആബാലവൃദ്ധം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും. അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഞാൻ യെരൂശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ട് ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും. മിസ്രയീം ദേശത്ത് വന്ന് പാർക്കുന്ന യഹൂദ ശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോവാൻ തക്കവണ്ണം ചാടിപ്പോകുകയില്ല, ശേഷിക്കുകയുമില്ല. വഴുതി പോകുന്ന ചിരൽ അല്ലാതെ ആരും മടങ്ങിപ്പോകുകയില്ല. അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിസ്രയീം ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും യിരെമ്യാവോട് ഉത്തരം പറഞ്ഞത്: നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ച ഒക്കെയും ഞങ്ങൾ നിവർത്തിക്കും. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു, ഒരു അനർത്ഥവും നേരിട്ടിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയ ബലി പകരുന്നതും നിർത്തിയതു മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയ ബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അട ഉണ്ടാക്കുന്നതും അവൾക്ക് പാനീയ ബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ? അപ്പോൾ യിരെമ്യാവ് സകല ജനത്തോടും പുരുഷന്മാരും സ്ത്രീകളുമായി തന്നോട് ഉത്തരം പറഞ്ഞ സകല ജനത്തോടും തന്നെ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും
ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ? അവൻ്റെ മനസ്സിൽ അത് വന്നില്ലയോ? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ലേച്ഛത നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ വഹിയാതെയായി. അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതുവും ശാപവിഷയവും ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെയും അവൻ്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്യുക കൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. പിന്നെയും യിരെമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത്, മിസ്രയീം ദേശത്തിരിക്കുന്ന യഹൂദന്മാരായ നിങ്ങളെല്ലാവരും യഹോവയുടെ വചനം കേൾപ്പിൻ. ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കും എന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും വായ്കൊണ്ട് പറയുകയും കൈകൊണ്ടനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളുവിൻ, നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് മിസ്രയീം ദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളവരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. മിസ്രയീം ദേശത്തെയും ഒരു യഹൂദനും വായെടുത്ത് യഹോവയാണ് കർത്താവാണ് എന്നിങ്ങനെ എൻ്റെ നാമം ഇനി ഉച്ചരിക്കയില്ല എന്ന് ഞാൻ എൻ്റെ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടത്രേ ജാഗരിച്ചിരിക്കും. മിസ്രയീം ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും നശിച്ച് മുടിഞ്ഞുപോകും. എന്നാൽ വാളിന് തെറ്റിയൊഴിയുന്ന ഏതാനും പേർ മിസ്രയീം ദേശത്ത് നിന്ന് യഹൂദ ദേശത്തേക്ക് മടങ്ങി വരും. മിസ്രയീം ദേശത്ത് വന്നു പാർക്കുന്ന ശേഷം യഹൂദന്മാരൊക്കെയും എൻ്റെ വചനമോ അവരുടേതോ ഏത് നിവൃത്തിയായി എന്നറിയും. എൻ്റെ വചനം നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് നിവൃത്തിയായി വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ സന്ദർശിക്കും എന്നത് നിങ്ങൾക്കൊരടയാളം ആകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ യഹൂദ രാജാവായ സിദെക്കീയാവെ അവൻ്റെ ശത്രുവും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവനുമായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മിസ്രയീം രാജാവായ ഫറവോൻ ഹോഫ്രയെയും അവൻ്റെ ശത്രുക്കളുടെ കയ്യിലും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അധ്യായം 45. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ നെര്യാവിൻ്റെ മകനായ ബാരൂക്ക് ഈ വചനങ്ങളെ യിരെമ്യാവിൻ്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ: ബാരൂക്കേ, നിന്നോട് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം! ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു. ഭൂമിയിൽ എങ്ങും അത് അങ്ങനെ തന്നെ. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വ ജഡത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ളപോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അധ്യായം 46. ജാതികളെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിനെ കുറിച്ചുള്ളത്. ഫ്രാത്ത് നദീതീരത്ത് കർക്കെമീശിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ച് കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രയീം രാജാവിൻ്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ. പരിചയും പലകയും ഒരുക്കി യുദ്ധത്തിനടുത്തുകൊള്ളുവിൻ. കുതിരച്ചേവകരെ, കുതിരകൾക്ക് കോപ്പിട്ട് കയറുവിൻ. തലക്കോരികയുമായി അണിനിരപ്പിൻ. കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പിൻ. അവർ ഭ്രമിച്ച് പിന്മാറി കാണുന്നതെന്ത്? അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു. സർവത്ര ഭീതിയെന്ന് യഹോവയുടെ അരുളപ്പാട്. വേഗവാൻ ഓടിപ്പോകയില്ല, വീരൻ ചാടിപ്പോകുകയുമില്ല. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും. നീലനദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലയ്ക്കുകയും ചെയ്യുന്നോരിവനാർ. മിസ്രയീം നീലനദി പോലെ പൊങ്ങുകയും അതിൻ്റെ വെള്ളം നദികൾ പോലെ അലയ്ക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. കുതിരകളെ കുതിച്ചു ചാടുവിൻ, രഥങ്ങളെ മുറുകി ഓടുവിൻ. വീരന്മാർ പുറപ്പെടട്ടെ. പരിച പിടിച്ചിരിക്കുന്ന കൂശ്യരും
പൂത്യരും വില്ലെടുത്ത് കുലയ്ക്കുന്ന ലൂദ്യരും കൂടെ. ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് ഒരു ഹനനയാഗമുണ്ടല്ലോ. മിസ്രയീം പുത്രിയായ കന്യകെ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ, നിനക്ക് രോഗശാന്തി ഉണ്ടാകയില്ല. ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു, നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു. വീരൻ വീരനോട് മുട്ടി, രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് മിസ്രയീം ദേശത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട് മിസ്രയീമിൽ പ്രസ്താവിച്ച് മിഗ്ദോലിൽ പ്രസിദ്ധമാക്കി. നോഫിലും തഹ്പനേസിലും കേൾപ്പിപ്പിൻ. അണിനിരന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറവിൻ. വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ. നിന്റെ ബലവാന്മാർ വീണു കിടക്കുന്നതെന്ത്? യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പലരെയും ഇടറി വീഴുമാറാക്കി. ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മീതെ വീണു. എഴുന്നേൽപ്പിൻ, നശിപ്പിക്കുന്ന വാളിന് ഒഴിഞ്ഞ് നാം സ്വജനത്തിൻ്റെ അടുക്കലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്ന് അവർ പറയും. മിസ്രയീം രാജാവായ ഫറവോന് വിനാശം എന്നും സമയം തെറ്റിവരുന്നവൻ എന്നും പേർ പറവിൻ. എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമ്മേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട്. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി, പ്രവാസത്തിന് പോകുവാൻ കോപ്പുകൂട്ടുക. നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും. മിസ്രയീം ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു. എന്നാൽ വടക്കുനിന്ന് ഈച്ച അതിന്മേൽ വരുന്നു. അതിൻ്റെ കൂലിച്ചേവകർ അതിൻ്റെ മധ്യേ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെയാകുന്നു. അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കയാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ. അവർ സൈന്യത്തോടു കൂടെ നടന്നു. മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിൻ്റെ നേരെ വരും. അതിൻ്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വെട്ടുക്കിളികളേക്കാൾ അധികം, അവർക്ക് സംഖ്യയുമില്ല. മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും. അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രയീമിനെയും അതിൻ്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും. ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും അവൻ്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും. അതിൻ്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേലെ, നീ ഭ്രമിക്കേണ്ട. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും. നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും. അധ്യായം 47. ഫറവോൻ ഗസയെ തോൽപ്പിച്ചതിന് മുമ്പ് ഫെലിസ്ത്യരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വടക്ക് നിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും. അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞൊഴുകും. അപ്പോൾ മനുഷ്യർ നിലവിളിക്കും, ദേശനിവാസികളൊക്കെയും മുറയിടും. അവൻ്റെ ബലമുള്ള കുതിരകളുടെ കുളമ്പൊച്ചയും അവൻ്റെ രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും നിമിത്തം ധൈര്യം ക്ഷയിച്ചിട്ട് അപ്പന്മാർ മക്കളെ തിരിഞ്ഞു നോക്കുകയില്ല. ഫെലിസ്ത്യരെ ഒക്കെയും നശിപ്പിപ്പാനും സോരിലും സീദോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായകന്മാരെയും ഛേദിച്ചു കളവാനും ഉള്ള ദിവസം വരുന്നത് കൊണ്ട് തന്നെ കഫ്തോർ കടൽപ്പുറത്ത് ശേഷിപ്പുള്ള ഫെലിസ്ത്യരെ യഹോവ നശിപ്പിക്കും. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു.
അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും? അയ്യോ, യഹോവയുടെ വാളെ, നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും? നിന്റെ ഉറയിൽ കടക്ക, വിശ്രമിച്ച് അടങ്ങിയിരിക്കാം. അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരിപ്പാൻ അതിന് എങ്ങനെ കഴിയും? അവിടേക്ക് അവൻ അതിനെ നിയോഗിച്ചുവല്ലോ.